ഇപ്പോൾ പേരാവൂർ മേഖലയിൽ നിന്നുള്ള വിവരങ്ങളുമായി അജയ് കൂടി ചേരുന്നുണ്ട്. അജയ്, കണ്ണൂർ ജില്ലയിലൂടെ എല്ലായിടങ്ങളിലും വോട്ടർമാരുടെ ഒരു നീണ്ട നിര പ്രകടമാണ്. കനത്ത പോളിംഗ് തന്നെ ആദ്യ 2 മണിക്കൂറിൽ രേഖപ്പെടുത്തി എന്നാണ് ലഭിക്കുന്ന വിവരം. പേരാവൂർ മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അർജുൻ, മലയോര മേഖലയിലും രാവിലെ 7 മണിക്ക് തന്നെ എല്ലാ സ്ഥലങ്ങളിലും വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കേളകത്ത് 142-ാം ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് അല്പം വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത്. ചില ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ മന്ദഗതിയിലാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി നല്ല തിരക്ക് അനുഭവപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 5 പ്രശ്നബാധിത ബൂത്തുകളും 21 മാവോയിസ്റ്റ് ബൂത്തുകളുമാണുള്ളത്. പേരാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 12 പ്രശ്നബാധിത ബൂത്തുകളും 7 മാവോയിസ്റ്റ് ബൂത്തുകളുമാണുള്ളത്. മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ കനത്ത സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് പോളിംഗ് CRPF ഉൾപ്പെടെയുള്ള കമാൻഡോ സംഘത്തിന്റെ സുരക്ഷതയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. അർജുൻ, കഴിഞ്ഞ ദിവസങ്ങളിലായി മാവോയിസ്റ്റ് ഇലക്ഷൻ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. മുഴക്കുന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോസ്റ്റർ പതിപ്പിച്ചിരുന്നു. മലയോര മേഖലയുടെ തൊട്ടടുത്ത പ്രദേശമായ തലപ്പുഴയിൽ നേരിട്ടെത്തിയാണ് മാവോയിസ്റ്റ് വോട്ട് ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അജയാണ് പേരാവൂർ മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പേരാവൂർ മേഖലയിലും വോട്ടെടുപ്പ് ഇതുവരെ സുഗമമായി തന്നെ പുരോഗമിക്കുകയാണ്. അവിടെ ചിലയിടങ്ങളിൽ ബൂത്തുകൾക്ക് മുന്നിൽ വലിയ നിര പ്രകടമാണ് വോട്ടർമാരുടെ. പക്ഷേ ചിലയിടങ്ങളിൽ വോട്ടെടുപ്പ് മന്ദഗതിയിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. മാവോയിസ്റ്റ് സാന്നിധ്യം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടമായ സാഹചര്യത്തിൽ കനത്ത സുരക്ഷയിലാണ് മലയോര മേഖലയിൽ പേരാവൂർ മേഖലയിലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്.